ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗിവ് അവയെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ നമുക്ക് ഗിവ് അവയെ കുറിച്ച് പറയാം. എന്നാലും ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഗിവ് അവേ എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഈ ബിസ്ക്കറ്റ് ബോക്സ് ഒക്കെ എടുത്തിട്ട് വന്നേന്ന്. ഇനിയിപ്പോൾ ബിസ്ക്കറ്റ് ആണോ നമ്മുടെ ഗിവ് അവേ ഗിഫ്റ്റ് എന്നും ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ അതൊന്നുമല്ല. നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കിങ്ങനെ വെറുതെ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് സംസാരിക്കാൻ ഇത്തിരി കൂടെ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഞാൻ പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, നമുക്ക് ഉണ്ടാക്കാം. കൂടെ നമ്മുടെ ഗിവ് അവയെക്കുറിച്ച് പറയുകയും ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ഗിവ് അവേ 100 സബ് കംപ്ലീറ്റ് ചെയ്യുന്ന അന്നായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഗിവ് അവേ വച്ചത് 1K സബ് കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഗിവ് അവേ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ ചാനലിലെ 3ാമത്തെ ഗിവ് അവേ ആണ് ഇപ്പം അനൗൺസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരും തന്നെ ഗിവ് അവേ അനൗൺസ് ചെയ്യുന്നത് നമ്മുടെ ഓരോ മൈൽ സ്റ്റോണും കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമിലായിരിക്കും. ഒന്നിക്കൽ 100K, അല്ലെങ്കിൽ 1 മില്യൺ, 1K, അങ്ങനെ ഓരോ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമിലായിരിക്കും എല്ലാവരും പൊതുവെ ഗിവ് അവേ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കും അതുപോലെ തന്നെ ചെയ്യാം. ഇപ്പം നമ്മൾ 2000 സബിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് 10,000 സബ് എപ്പോഴാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് അന്നായിരിക്കും നമ്മൾ ഈ ഒരു ഗിവ് അവേയുടെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങളൊക്കെ സ്കിപ്പ് അടിച്ച് പോകുന്ന എനിക്കറിയാം. സ്കിപ്പ് അടിക്കാൻ വരട്ടെ. നിങ്ങളെയൊക്കെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി ആക്കുന്ന വേറൊരു ഗിവ് അവേ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. ഗിവ് അവേ അല്ല, സർപ്രൈസ് ഗിഫ്റ്റും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണണം. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു 10,000 സബ് എപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ഒരു ഗിഫ്റ്റ് കിട്ടാനാണോ ദൈവമേ എന്നല്ലേ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കൊന്നും വേണ്ട. ഒരു 8-10 സബ്സ്ക്രൈബർ ഉള്ള ടൈമിലാണ് ഞാൻ എൻ്റെ ചാനലിൽ ഫസ്റ്റ് ഗിവ് അവേ അനൗൺസ് ചെയ്യുന്നത്. വിത്തിൻ 2 ഡേയ്സ് എനിക്ക് 100 സബ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ വളരെ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ടാണ് 1000 സബ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഈ ഒരു 10,000ഉം വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരും ഈ ഒരു ചാനലിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ 10,000 ഫാമിലി ആവാം. ഈ ഒരു ഗിവ് അവേയിൽ പ്രത്യേകിച്ച് ക്രൈറ്റീരിയാസ് ഒന്നും തന്നെയില്ല. നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എത്ര പേരെയാണ് വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഏതായാലും സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. അത് നമുക്ക് ഏകദേശം 10,000-നോട് അടുക്കുമ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിലോ ഷോർട്സിലോ ആയിട്ട് പറയാം. ഇനി നമുക്ക് സർപ്രൈസ് ഗിഫ്റ്റിൻ്റെ കാര്യം പറയാം. ഇപ്പം നമ്മുടെ ചാനലിലുള്ളത് 2000 സംതിങ് സബ്സ്ക്രൈബേഴ്സാണ്. ഇവരെല്ലാം തന്നെ നമ്മുടെ ചാനലിനെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തിരിച്ചങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഒന്ന് ഹാപ്പി ആക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും തന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇപ്പം ഏതായാലും കഴിയില്ല. ഇപ്പം നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റുകൾ കൊടുക്കുന്നത് നമ്മുടെ ചാനലിൽ എപ്പോഴും കാണുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നവർക്ക്, അതുപോലെ നമ്മുടെ ടോപ്പ് കമൻറ്റേഴ്സിന്, അതുപോലെ നല്ല ഇമ്പ്രസീവായിട്ട് കമൻറ്റ് ചെയ്യുന്നവർക്ക്, പിന്നെ ചിലവരുണ്ട് നമുക്ക് നല്ല രീതിയിൽ അഡ്വൈസ് തരും. ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും, ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്, ചാനലിന് കുറച്ചുകൂടെ ഗ്രോത്ത് ഉണ്ടാവും, അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, അങ്ങനെ എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ച് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഞാൻ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നങ്ങനെ ഞാനൊരാളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനലിലെ ആദ്യത്തെ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ചാനലിലെ ടോപ്പ് കമൻറ്റർക്കാണ്. അപ്പോൾ ആളാരാണെന്ന് ആൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആൾ നമ്മളെപ്പോൾ വീഡിയോ ഇട്ടാലും നമുക്ക് കമൻറ്റ് ചെയ്യും, കുറേ കാര്യങ്ങൾ കമൻറ്റിലൂടെ പറയുകയും ചെയ്യും. എത്ര ഞാൻ റിപ്ലൈ അങ്ങോട്ട് ഇട്ടിട്ടില്ലെങ്കിലും ആൾ ഇങ്ങോട്ട് കമൻറ്റ് ചെയ്യും. അപ്പം ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. മേ ബി ഞാൻ റിപ്ലൈ കൊടുത്തില്ല എന്ന് കരുതിയിട്ട് ആൾ കമൻറ്റ് ചെയ്യാതിരിക്കുകയോ ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ ആളുടെ പേര് വരുന്നത് ഫതീഹ എന്നാണ്. അപ്പോൾ ഫതീഹ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യും എന്നെനിക്കറിയാം. എങ്കിലും ആളുടെ അഡ്രസ്സും കാര്യങ്ങളും എനിക്ക് ഇൻസ്റ്റ ത്രൂ ഒന്ന് സെൻഡ് ചെയ്ത് തരണം. ഇനിയിപ്പോൾ ഇൻസ്റ്റ ഇല്ലെങ്കിൽ മെയിൽ ചെയ്താൽ മതി. അപ്പോൾ സർപ്രൈസ് ഗിഫ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ ഏതായാലും ഇപ്പോൾ പറയുന്നില്ല, അത് സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗിവ് അവേ അപ്ഡേറ്റ്സ്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ സംഭവം എന്താണെന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇതൊരു മണി ബാങ്കാണ്. ഇപ്പം
പിൻട്രസ്റ്റിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മണി ബാങ്കാണിത്. അപ്പോൾ അത് ഞാൻ എൻ്റെതായ രീതിയിലൊന്നും ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഇങ്ങനെ 2 കാർഡ്ബോർഡ് ബോക്സ് യൂസ് ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ നോട്ട് ഇടാനും ഒന്നിൽ കോയിൻസ് ഇടാനുമാണ് ഇങ്ങനെ ചെയ്തത്. 2 മിക്സ് ചെയ്തിടുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതും വലുതുമായിട്ട് ചെയ്തത്. പിന്നെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ആ ഒരു മണി റേഞ്ചാണ്. അതായത് ഇവിടെ ബഹ്റിൻ ദിനാർ എന്നാണ് പറയുന്നത്. അപ്പോൾ ബഹ്റിൻ ദിനാർ 310 എന്ന് പറയുന്നത് ഏകദേശം ഒരു 68,000 ഇന്ത്യൻ മണി വരും. അപ്പോൾ ഇപ്പോഴേ പൈസ ഒക്കെ ഇട്ട് സേവ് ചെയ്ത് തുടങ്ങിയാൽ 10,000 സബ് ആകുമ്പോഴത്തേക്കിലും ഗിഫ്റ്റ് വാങ്ങാനുള്ള നല്ലൊരു എമൗണ്ട് ഇതിനകത്ത് എടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഗിഫ്റ്റ് വാങ്ങിക്കണോ നാട്ടിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങിക്കണോ എന്ന് നമുക്ക് ആലോചിക്കാം. ഏതായാലും ഈ മണി ബാഗിൻ്റെ ഉദ്ഘാടനം നമുക്ക് ഇപ്പം തന്നെ കഴിച്ചേക്കാം. ഇത് 1 BD ആണ്. ഇവിടുത്തെ എമൗണ്ടാണ് ഏകദേശം 220 റുപ്പീസ് വരും. അപ്പം നമുക്കിത് അതിനകത്തേക്ക് ഇടാം. ഇട്ടതിന് ശേഷം നമ്മൾ അവിടെ ആ ചാർട്ടിൽ നമ്മൾ എമൗണ്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ എത്ര എമൗണ്ട് ആണോ അതിനകത്ത് ഇട്ടത് ആ ഒരു എമൗണ്ട് ഇവിടെ ക്രോസ് ഔട്ട് ചെയ്യാം. അങ്ങനെ ഇടുന്നതിനനുസരിച്ചിട്ട് ഓരോന്നും ക്രോസ് ഔട്ട് ചെയ്യാം. കംപ്ലീറ്റ് ക്രോസ് ഔട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എമൗണ്ട് ഇതിനകത്ത് ഉണ്ടായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ് ചെയ്തോളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ 10,000 സബ് ആയിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാം. അപ്പം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.